സോ ദേ ഇന്ന് ഏപ്രിൽ 13th കേട്ടോ. അതെൻ്റെ മോർണിംഗ് വാക്കിനുള്ള ടൈമായി. ഇത് ഞാൻ രാവിലെ 5:53 എണിച്ചു. ഇനി 1 അവർ നടക്കാനായിട്ട് പോകും കേട്ടോ. അതിപ്പോൾ ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫേസ് ഫ്രഷ് ആയിട്ടിരിക്കണം. ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഫേസ് വാഷ് കുറേ ആയിട്ട് ഇപ്പോൾ അതാ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി പുതിയത് മേടിക്കണം. അപ്പോൾ ഇതേ എന്തായാലും മോർണിംഗ് വാക്കിന് പോയിട്ട് വരാം കേട്ടോ. മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. ഫ്രഷായി. ഇനി കിച്ചണിലോട്ട് പോകണം കേട്ടോ. അതിന് മുമ്പ് ഇതേ ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാവേ. നോക്കൂ, നമ്മൾ പിൻട്രസ്റ്റിൽ ഇങ്ങനെ ഈസ്തറ്റിക് വൈബ്സിൻ്റെ ഇമേജസ് ഒക്കെ നോക്കില്ലേ, അപ്പോൾ ആ ടൈമിൽ ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഈസ്തറ്റിക് ആയിട്ട് നമുക്ക് ഇമേജസ് ഒക്കെ AI വെച്ച് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ കുറച്ച് ഫോട്ടോസും എടുക്കുക. ഫോട്ടോഗ്രാഫി ഒക്കെ പഠിക്കുന്നവർക്ക് ഇത് നന്നായിരിക്കും കേട്ടോ ചെയ്യാൻ. ഗുഡ് മോർണിംഗ് വിത്ത് കോഫി. സോ ദേ നമ്മളൊരു കോഫി കുടിക്കാൻ പോവുക കേട്ടോ. ഞാൻ ഷുഗർ കട്ടിലാണ് കോഫി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നന്നായിട്ടുണ്ട് കേട്ടോ കോഫി. ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ഞാൻ ഈ ടോപ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അതായത് എൻ്റെ സിസ്റ്റർ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും കുറേ ഓൺലൈൻ സൈറ്റ്സിൽ അതിലിപ്പോൾ എനിക്ക് തോന്നുന്നു വിഷുവായിട്ട് കുറച്ച് സെയിൽ വരുന്നുണ്ട് തോന്നുന്നു കേട്ടോ. നല്ല നല്ല ട്രഡീഷണൽ വെയേഴ്സിൻ്റെയും അതുപോലെ തന്നെ കുറേ വെസ്റ്റേൺ വെയേഴ്സ് ഇങ്ങനെ ഓൾറെഡി ഇപ്പോൾ ഒരുപാട് ഡ്രസ്സസ് ഒക്കെ എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ അതിൽ ഓൺലൈനായിട്ട് പൊക്കോളൂ കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയണത്, കുറേ പേരുടെ വ്ളോഗേഴ്സിൽ ഞാനിങ്ങനെ ഷോർട്സിലൊക്കെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൽ കംപ്ലീറ്റ് ആയിട്ടൊരു കമ്മീഷൻ ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മേ ബി അവർക്ക് കിട്ടുന്നുണ്ടാവാം. പക്ഷെ എല്ലാവർക്കും അങ്ങനെ പോസിബിൾ ആവുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. സോ ഞാൻ എന്തായാലും കോഫിയൊക്കെ കുടിക്കട്ടെ, അതിനുശേഷം വരാം കേട്ടോ. ഈ ഗാർഡൻ്റെ അവസ്ഥയൊന്നും കണ്ടിട്ടില്ലല്ലോ. സോ ഇത് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഇന്നലെ കുറച്ച് വാട്ടം ഉണ്ടായിരുന്നു ചെടിക്ക്. അപ്പോൾ ഇത് ചെടിച്ചട്ടികളിൽ ഇപ്പോൾ ഒത്തിരി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ തളിർത്ത പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. JCBയുടെ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഇഗ്നോർ ചെയ്യൂ. സൗണ്ട്സ് ഒക്കെ ഇങ്ങനെ വീഡിയോസിൽ വരും, ഇഗ്നോർ ചെയ്യൂ. ഇത് നല്ലപോലെ വാടിയിട്ട് എനിക്കിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എന്താണെന്നറിയാം ഓർമ്മ വരുന്നത്, ഒരു മൂവി ഇല്ലേ, ഇന്ദ്രൻസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതിൽ ഒരു അച്ഛനായിട്ട് ഇങ്ങനെ ഒരു മൂവി ഉണ്ട്. അതിലിങ്ങനെ 2 ആൺമക്കളൊക്കെ ആയിട്ട് ഒരു ചെടി എടുക്കും. ഇപ്പം അത് ഫുൾ ഷോർട്സിൽ വൈറലായിക്കൊണ്ടിരിക്കുക കേട്ടോ. നസ്ലിൻ്റെ ഡയലോഗാട്ടോ അതിൽ. ഈ ചെടികൾക്ക് വെള്ളം ഒഴിക്കും അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കോമഡി ആട്ടോ അത്. സത്യം പറഞ്ഞാൽ അത് കണ്ടതിന് ശേഷം എനിക്ക് ഡയലോഗ്സ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല കേട്ടോ. അത് ഓർമ്മ വരുന്നത് എപ്പോഴും ഒരിക്കൽ കണ്ടതാട്ടോ ഞാനത്. ഇതേ നമ്മുടെ വഴുതനങ്ങയൊക്കെ കണ്ടോ, ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഫോക്കസ് ചെയ്ത് എടുത്തരാം. ഇത് തക്കാളി പോലെ ഉണ്ട് കേട്ടോ കാണാൻ, ഒരു വൈറ്റ് കളർ തക്കാളി. പിന്നെ ഇതിലൊരു പർപ്പിൾ കളറിൽ പൂ വന്നിട്ടുണ്ടേ. ഇത് ഞാൻ പറഞ്ഞ ഔഷധ ഗുണമുള്ള ഏതൊരു ചെടിയാ തോന്നുന്നു കേട്ടോ. ഇതിന്നാണോ ഇത് രണ്ടിനും വലിച്ച് നമുക്കത് കറി വെക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ലതാണ് ഫുഡ് ചോറിൻ്റെ കൂടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ നല്ലതായിരിക്കും. കറിവേപ്പിലയൊക്കെ കുറഞ്ഞു പോകുന്ന പോലെ ഉണ്ട് കേട്ടോ. പൊട്ടിച്ച് പോയതാ തോന്നുന്നു കേട്ടോ. ആരൊക്കെ സപ്പോർട്ടൊക്കെ ചെറുതായി വന്നിട്ടുണ്ട്. കുറേ പേര് ഇവിടുന്ന് വഴിയിൽ നിന്ന് വലിച്ചിട്ട് പോകുന്നവരുണ്ട്. ബട്ട് നമ്മള് ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാട്ടോ അതൊക്കെ. പക്ഷെ ഇനിയും കുറച്ചുകൂടെ വരാനുണ്ട് കേട്ടോ. സപ്പോർട്ടെല്ലാം കുറച്ച് കായ്ച്ചിട്ടുണ്ട്. ഇത് മേലെയൊക്കെ ഉണ്ട് കേട്ടോ സപ്പോർട്ട. ഇങ്ങോട്ടൊരു ചുണ്ടങ്ങിയാണോ എന്താണെന്ന് അറിയില്ല, എനിക്കിതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല. ബട്ട് ഇത് കുറച്ചുകൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നന്നായിട്ടുണ്ടേ. പിന്നെ ഇത് ചെത്തിപ്പൂ തെച്ചിപ്പൂ എന്നൊക്കെ പറയും. ഇതിൻ്റെ റെഡ് കളർ, എൻ്റെ വീട്ടിൽ ഇതിൻ്റെ പിങ്ക് കളർ ഉണ്ട് കേട്ടോ. ഇവിടെ റെഡാണ്, നല്ല ഭംഗിയാട്ടോ കാണാൻ. അതും ഭംഗിയാ ഇതും ഭംഗിയാട്ടോ. അത് റോസാപ്പൂവിൻ്റെ മുള്ളു കണ്ടോ, കെട്ടി വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെ വളഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി കെട്ടി വെച്ചിരിക്കുക കേട്ടോ. അതെല്ലാം ദേ നോക്കി, ഇങ്ങനത്തെ ഒരു യെല്ലോ കളർ. ഇത് കുറേ ബൾക്കായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതാട്ടോ. പക്ഷെ ഇത് ഞാൻ എൻ്റെ അമ്മ വീടിൻ്റെ അവിടെ ഒരു മെമ്മറീസ് പറഞ്ഞിട്ടൊരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഷോർട്സ്, അതിലുണ്ടായിരുന്നേ. അതിൽ കുറച്ച് നല്ല ഭംഗിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ഷോർട്സ് ആക്കി എടുക്കാൻ കുറച്ച് പൂവൊക്കെ വരട്ടെ, അതിനുശേഷം ഷോർട്സ് ആക്കി എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കുറച്ച് ചെടിച്ചട്ടികളൊക്കെ ബാലൻസ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ PP-യുടെ സൈക്കിളാട്ടോ. നല്ല സാഡാട്ടോ. ഫുഡ് കിട്ടിയിട്ടില്ല തോന്നണു അവന്. അപ്പം ഞാൻ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കട്ടെ. അവൾക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ പെട്ടെന്ന് വേറെ എന്തോന്ന് പറഞ്ഞിട്ട് നോക്കിയതാട്ടോ. അതിൽ കുറച്ച് ഞാൻ കുടിച്ചോളൂ കേട്ടോ. അത് വെയിൽ വരുമ്പോഴത്തേക്കും
നമുക്ക് ഒന്ന് ഷെഡിലോട്ട് പോയി. നമ്മുടെ ചക്കയൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട് കേട്ടോ. അതിന് മേലെ കുറേ ചക്കയുണ്ട്. മാങ്ങ ഫോക്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേ കുറേ മാവിൽ കുറേ മാങ്ങ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇനി പഴുക്കാതെ വലിക്കാൻ പറ്റില്ല തോന്നുന്നു കേട്ടോ. ഭയങ്കര പുളിപ്പ് കൂടുതൽ, അതുകൊണ്ടാണ്. ഇപ്പോൾ സൺലൈറ്റ് വന്നു കേട്ടോ. ബ്രൈറ്റ്നെസ് ഫേസിലോട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ വേണം ക്യാമറ പിടിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ക്യാമറ പിടിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതേ കുറച്ച് ഇവിടെ ഫുൾ മുള്ളായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കുറച്ച് കിടക്കാം, അങ്ങോട്ട് പാസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. അതായത് അതുകൊണ്ട് ജസ്റ്റ് സൂക്ഷിച്ചും കണ്ടൊക്കെ പോവുക. ഇടയ്ക്ക് പാമ്പ്, അരണ അങ്ങനെയുള്ള ചില ജീവികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ അത്രയും നല്ലത് കേട്ടോ. അതെ ഇപ്പോൾ ഇത് കണ്ടോ, കൊയ്ത്തൊക്കെ കഴിഞ്ഞതില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ട്രാക്ടർ കൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ മേലെ കൂടെ ഈ സംഭവം വെച്ചിട്ട് ഇങ്ങനെ ഉഴുത് എന്തൊക്കെയോ ചെയ്യില്ലേ നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞിട്ട്, അത് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അതിൻ്റെ തോന്നുന്നു കേട്ടോ. എനിക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇതെല്ലാം ഇങ്ങനെ ലൈവായി കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. നമ്മളെല്ലാം പെട്ടെന്ന് ഒരു കാര്യം പഠിക്കില്ലല്ലോ. അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കോഴ്സിന് ചേർന്നു. ആ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം അറിയണമെന്നില്ല. അപ്പോൾ നമ്മളത് പോയി പഠിച്ച് ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞ്, സെക്കൻഡ് ഇയർ കഴിഞ്ഞ്, തേർഡ് ഇയർ കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അതിനെക്കുറിച്ച് അറിയാം. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നു, ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഏകദേശം കൃഷി കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇല്ലെങ്കിലും പാർഷ്യലായിട്ട് ഒരു ചെറിയ ഐഡിയ പോലെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. നിങ്ങൾക്കിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ ഈ നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രം ഞാനിങ്ങനെ ലോങ് വ്ളോഗ്സിലിടുമ്പോൾ ബോറടിക്കുവാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഒന്ന് കമൻസിൽ ഒന്ന് രേഖപ്പെടുത്തിയാലാണ് എനിക്കത് കറക്റ്റാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് പേഴ്സണലായിട്ട് ടെക്സ്റ്റ് ചെയ്യുക എന്നുള്ളത് അത് ആർക്കാന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ പേഴ്സണലായിട്ട് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. സോ അതെ, പിന്നെ ഇവിടെ കുറച്ച് റബ്ബർ മരങ്ങളുടെ അപ്പുറത്ത് കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ എന്താ അവസ്ഥ ഞാൻ പോയി നോക്കട്ടെ. ആരെങ്കിലും വലിച്ചുകൊണ്ട് പോയി ആൾക്കാർ വന്ന് വലിച്ചിട്ട് പോകാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. സപ്പോർട്ടൊക്കെ വന്നിട്ട് നമ്മൾ ഇവിടെ ഇല്ലാത്ത ടൈമൊക്കെ നോക്കി ഇവിടെ കുറേ പേര് നമ്മുടെ സാധനങ്ങളൊക്കെ ചോദിക്കാതെയൊക്കെ വലിച്ചിട്ട് പോകുന്നവരുണ്ട്. നമുക്ക് പക്ഷെ ഒന്നും പറയാനും പറ്റില്ല. അങ്ങോട്ട് എന്തെങ്കിലും പറയാൻ പോയാൽ ഇങ്ങോട്ട് അടി വരും. അപ്പോൾ ബെറ്റർ ഒന്നും മിണ്ടാതിരിക്കുക, അത് തന്നെയാണ് നല്ലത്. കുറച്ചപ്പോഴും ഇവിടെ പോത്തൊക്കെ വന്നിട്ട് പോയത്. ഇന്നലെ വെളിയിൽ വന്നിരുന്ന് നോക്കി, പോത്തൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഷെഡിൽ പോയി നോക്കി എത്ര ആട്ടിൻപറ്റങ്ങൾ എൻ്റെ വീടിൻ്റെ അവിടെ വരുന്നത് ഇവിടെയും വന്നിട്ടുണ്ട് കേട്ടോ. സോ ഞാൻ ബാക്ക് ക്യാം ഒന്ന് ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇവിടെ ചെറിയ റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് സൗണ്ട്സൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യുക. സോ ഇത് ആടിൻ്റെ കരച്ചിലൊക്കെ കേൾക്കാം കേട്ടോ. നമുക്ക് ഇതൊക്കെ ക്ലോസ് ഷോട്ടപ്പിൽ എടുക്കാം കേട്ടോ. ഞാൻ ഷോർട്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല റീൽസും ഷോർട്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അത് ഇതേ കുഴിയിലൊക്കെ വന്ന ഒരേ കളിയാട്ടോ. ആട്ടിൻ്റെ കുട്ടികളാണെന്ന് തോന്നുന്നു കേട്ടോ. അത് മൊത്തം ഓക്കെ. അവിടെ താഴെ രണ്ട് ചെറിയ വൈറ്റ് കളറിൽ കണ്ടോ, ചെറുതാട്ടോ അത് മൊത്തം.